ഹലോ, ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യൂബർനെറ്റ്സ് ആണ്. അതായത് ക്യൂബർനെറ്റ്സ് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. നമുക്ക് പലപ്പോഴും ഡൗട്ടുകളും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന ഒരു ടോപ്പിക്കാണ് എന്ത് ക്യൂബർനെറ്റ്സ്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ രസകരമായിട്ട് എന്ത് ചെയ്യണം, ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്യൂബർനെറ്റ്സിലെ കോമ്പോണൻറ്റുകളും ആർക്കിടെക്ചറും മാസ്റ്റർ നോഡ് വർക്കർ നോഡ് നമുക്ക് എങ്ങനെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ ഒരു സീരീസിലൂടെ, ഈ ക്യൂബർനെറ്റ്സിൻ്റെ ഒരു സീരീസിലൂടെ നല്ല രീതിയിൽ കവർ ചെയ്യണം. ഇതിൻ്റെ എൻഡിൽ നമ്മൾക്ക് ഒരുപാട് പ്രൊജക്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ അപ്ലിക്കേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ക്യൂബർനെറ്റ്സിൽ ഡിപ്ലോയ് ചെയ്യുന്നതും അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, എങ്ങനെ സ്കെയിൽ ചെയ്യാം, കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ കവർ ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാം, ക്യൂബർനെറ്റ്സിന് അടിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളൂ. ബട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മോണോലിത്തിക് വേഴ്സസ് മൈക്രോ സർവീസസ്, എന്താണ് ക്യൂബർനെറ്റ്സ്, എന്തിനാണ് ക്യൂബർനെറ്റ്സ്, ക്യൂബർനെറ്റ്സിൻ്റെ ആർക്കിടെക്ചർ, അതിലുള്ള കോമ്പോണൻസുകൾ, മാസ്റ്റർ നോഡ് വർക്കർ നോഡ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ബട്ട് ക്യൂബർനെറ്റ്സിൽ ഒരു വൈഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട് ചെയ്തു നോക്കാണ്ട്, എത്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒട്ടും തീരാത്ത പോലത്തെ ഒരു ടൂളാണ് ക്യൂബർനെറ്റ്സ്. അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പല രീതിയിലും ബെസ്റ്റ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യണം, ക്യൂബർനെറ്റ്സ് എന്താണ്, എന്തിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇനീഷ്യലി മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ക്യൂബർനെറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൂളാണ്. ഓക്കെ, ക്യൂബർനെറ്റ്സ് എന്താണ്, ഇറ്റ്സ് എ ടൂൾ. ഓക്കെ, അപ്പോൾ ക്യൂബർനെറ്റ്സ് എന്ന് പറയുന്ന ഈ ടൂള് ഡെവലപ്പ് ചെയ്തിട്ട്, അല്ലാതെ ഇത് ഇനീഷ്യലി വന്നിട്ടുള്ളത് ഡെവലപ്പ് ചെയ്തിട്ട് ഗൂഗിളാണ്. ഓക്കെ, ഗൂഗിള് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. അപ്പോൾ ഗൂഗിള് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ് എന്ത്, ഗൂഗിള് ഡെവലപ്പ് ചെയ്ത ഒരു ടൂളാണ് നമ്മുടെ ക്യൂബർനെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യൂബർനെറ്റ്സ്. ചെറിയ രീതിയിലൊന്ന് വലുതാക്കാം, ഗൂഗിള്. അപ്പോൾ ഗൂഗിളാണ് നമ്മുടെ ക്യൂബർനെറ്റ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതും ഗൂഗിളിൻ്റെ ബോർഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരുപാട് മുന്നേ ബോർഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോർഗ് സിസ്റ്റത്തിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചെറിയ രീതിയിൽ പല ഡിഫറൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവിടെ നിന്നാണ് ഈ ക്യൂബർനെറ്റ്സ് എന്ന് പറഞ്ഞൊരു ടൂളിലോട്ട് ശരിക്ക് ഗൂഗിൾ എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഈ ക്യൂബർനെറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ പുതിയ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യുന്നത് നമ്മുടെ CNCF. ഓക്കെ, നമുക്കറിയാം ക്ലൗഡ് നേറ്റീവ് കമ്പ്യൂട്ടിംഗ് ഫൗണ്ടേഷൻ. ഓക്കെ, ക്ലൗഡ് നേറ്റീവ് കമ്പ്യൂട്ടിംഗ് ഫൗണ്ടേഷൻ, അതായത് നമ്മുടെ ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റുകളെല്ലാം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇപ്പോൾ മാനേജ് ചെയ്യുന്ന CNCFന് എന്ത് ചെയ്തു, ഗൂഗിൾ ആക്ച്വലി ഈ ഒരു ക്യൂബർനെറ്റ്സ് ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ CNCFൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ നമ്മുടെ ക്യൂബർനെറ്റ്സിൽ വരുന്ന പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, പലപ്പോഴും നമ്മൾ ക്യൂബർനെറ്റ്സ് ഈ ഒരു രീതിയിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, K8s. ഓക്കെ, K അതുപോലെ ഒരു 8, അത് കഴിഞ്ഞിട്ട് ഒരു S. അതായത് നമ്മൾ ക്യൂബർനെറ്റ്സിനെ ചെറിയ രീതിയിൽ ഷോർട്ടാക്കി പറയുന്നതാണ്. അതായത് ക്യൂബർനെറ്റ്സ് ജസ്റ്റ് നമുക്ക് എഴുതി കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഇനീഷ്യലി കാണുന്ന K ആണ് ഇവിടെ കാണുന്നത്, ഈ എൻഡിൽ കാണുന്ന S ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിഡിലായിട്ട് ഒരു 8 ഉണ്ടല്ലേ, അതായത് ഈ ഓരോ ലെറ്റേഴ്സും. ഓക്കെ, 1 2 3 4 5 6 7 8. ഓക്കെ, ആ 8 ആണ് ഇവിടെ കാണുന്നത്. അതായത് ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട്, മേ ബി K8s എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് മേ ബി ചിലവർക്കൊരു ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെന്താണ്, അതിൻ്റെ ആ ഒരു ഷോർട്ട് അല്ലാണ്ട് ആ ഒരു പുതിയൊരു നെയിം ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. പുതിയ നെയിം എന്നല്ല, നോർമലി നമ്മൾ ഇത് ക്യൂബർനെറ്റ്സ് എന്നൊക്കെ ടൈപ്പ് ചെയ്യേണ്ട ഒരു മടി കാരണം നമ്മൾ K8s എന്നൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ഒരു ഒറിജിൻ, ക്യൂബർനെറ്റ്സ് എവിടെ നിന്ന് വന്നു, ആരാണ് ഡെവലപ്പ് ചെയ്തത്, ഈ കാര്യങ്ങളൊക്കെ പറയാം. ഇനി എന്തിനാണ് ക്യൂബർനെറ്റ്സ്? ഓക്കെ, വൈ ക്യൂബർനെറ്റ്സ്? ഓക്കെ, അതായത് ക്യൂബർനെറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഓർക്കസ്ട്രേഷൻ ടൂളാണ്, അല്ലാണ്ട് ഒരു ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് അത് എഴുതാം, ഓർക്കസ്ട്രേഷൻ.
ഓർക്കസ്ട്രേഷൻ മീൻസ് എല്ലാതും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത്? അതായത് നമ്മൾ നോർമലി ക്യൂബർനെറ്റ്സിൽ ഡിപ്ലോയ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെയ്നറൈസ്ഡ് ചെയ്തിട്ടുള്ള അല്ലാണ്ട് ഡോക്കറൈസ്ഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ എവിടെ ഡിപ്ലോയ് ചെയ്യാറ്? ക്യൂബർനെറ്റ്സിൽ ഡിപ്ലോയ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അത്തരം ആപ്ലിക്കേഷൻസിനെ മാനേജ് ചെയ്യാനും കൺട്രോൾ ഒക്കെ ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത് നമ്മുടെ ക്യൂബർനെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ക്യൂബർനെറ്റ്സ് എന്താണെന്ന് മനസ്സിലായില്ല. ഒരു ഓർക്കസ്ട്രേഷൻ ടൂളാണ്, അല്ലാണ്ട് ഒരു ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോമാണ്. ഡോക്കറൈസ്ഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ നമുക്ക് റൺ ചെയ്യാനും അത് മാനേജ് ചെയ്യാനും കൺട്രോൾ ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലാണ്ട് ഒരു ടൂളാണ് എന്ത് ക്യൂബർനെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും നമുക്ക് എന്ത് ചെയ്തു? ചെറിയ രീതിയിൽ മനസ്സിലായി. ഇനി നമ്മളിവിടെ നോക്കേണ്ടത് നമ്മളുടെ ഡോക്കർ അല്ലാണ്ട് കണ്ടെയ്നറൈസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ എന്തിനാണ് മാനേജ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മൾ എന്തിനാണ് ശരിക്കും കൺട്രോൾ ചെയ്യുന്നത്, അവിടെ എന്താണ് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചെറിയ രീതിയിൽ തിങ്ക് ചെയ്യരുത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആപ്ലിക്കേഷൻസ്. ഓക്കെ, പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ? നമ്മൾക്കറിയാം ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതല്ലാതെ പല ഇൻഡസ്ട്രിയിലും പല രീതിയിലും ഉപയോഗിക്കുന്ന ഹൈ ലെവൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ്, നമ്മുടെ ഒരു പ്രൊഡക്റ്റൊക്കെ പറയുമ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഗൂഗിളിലോ അല്ലാണ്ട് ബ്രൗസറിലോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പോർട്ട്ഫോളിയോ ഒക്കെ കാണുന്നത് പോലെ ജസ്റ്റ് ഏറ്റവും ചെറിയ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റോ കാര്യങ്ങളൊക്കെ അതിലോട്ടൊന്നും ചിന്തിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് സ്റ്റാറ്റിക് വെബ്സൈറ്റുകളൊക്കെ കാണാറുണ്ട്. അതായത് ഇപ്പോൾ മേ ബി ഒരു എക്സാമ്പിൾ എടുക്കുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരു പോർട്ട്ഫോളിയോ മേ ബി അതൊരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആവാം, അത് ഡൈനാമിക് ആവണമെന്നില്ല, അതിലുള്ള കോണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ എന്നും ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അത്തരം സ്റ്റാറ്റിക് ആപ്ലിക്കേഷൻസോ വെബ്സൈറ്റിൻ്റെ കാര്യമല്ല നമ്മൾ പറഞ്ഞത്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ആലോചിക്കണം, നമ്മുടെ ഇ കൊമേഴ്സ് ഒക്കെ. ഓക്കെ, ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് നമ്മൾ മേ ബി ഡെയിലി യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ ആമസോൺ ആവാം, അല്ലാണ്ട് ഫ്ലിപ്കാർട്ട്, മീഷോ, ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഏറ്റവും ഫെമിലിയറും നമ്മൾ കൂടുതൽ കേട്ട് പരിചയമുള്ള ആപ്ലിക്കേഷൻസാണ്. ബട്ട് ഇതല്ലാതെ വേറെയും ഇതിനേക്കാളും ഹൈ ലെവലുള്ള ആപ്ലിക്കേഷൻസും ഒരുപാട് ബിസിനസ് ലോജിക്കും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഫങ്ഷനാലിറ്റി ഉള്ള ആപ്ലിക്കേഷൻസുകൾ വേറെയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്കിങ്. ഓക്കെ, അതായത് ബാങ്കിങ് രീതിയിലുള്ള ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ നമ്മൾ SBI അല്ലാണ്ട് ICICIയിലൊക്കെ നമ്മൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് അവരുടെ ഒരു ആപ്പ് ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ SBIയുടെ യോനോ ആപ്പ് അല്ലാണ്ട് ICICIയുടെ iMobile ആപ്പ്, ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവർക്കുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നടക്കുന്നതും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നടക്കുന്നതും രണ്ട് രീതിയിലുള്ള ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ രണ്ടിനും ഡിഫറെൻറ്റ് സർവീസസ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾക്കറിയാം നമ്മളൊരു ഇ കൊമേഴ്സ് വെബ് ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് വെബിലായിരിക്കും അവൈലബിൾ, അതല്ല നമ്മൾക്ക് വെബ് അല്ലാതെ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, എന്നിരുന്നാലും അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് സർവീസസ് ആയിരിക്കും അല്ലേ? നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതുപോലെ അതിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ കാർട്ടിൽ ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ വിഷ് ലിസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒത്തിരി സർവീസസ് അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ നേർമറിച്ച് ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ, ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ എന്തായിരിക്കും? ഇവിടെ നമുക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും. നമ്മുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഡാറ്റകൾ, അതുപോലെ ഇവിടെയുള്ള സർവീസസും കാര്യങ്ങളൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ആകുമ്പോൾ ഇതെന്താണ്? എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വലിയൊരു എയർപോർട്ട് മാനേജ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ, ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഒരു ഹോസ്പിറ്റാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷന് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിലും അല്ലാണ്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് സർവീസസ് ഉണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇതും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനാണ്. പലരും ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, വളരെ ചെറിയ രീതിയിൽ സ്റ്റാറ്റിക് വെബ്സൈറ്റുകളൊക്കെ ചിന്തിക്കും. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ അതിനെന്തിനാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടൂളുകളും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു തോട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ എന്ത് ചെയ്തത്, കുറച്ച് വൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്യൂബർനെറ്റ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ചെയ്തു വന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ആപ്ലിക്കേഷൻ, ഒരു വെബ് ആപ്ലിക്കേഷൻ ജാങ്കോയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് നമ്മൾ ഡോക്കറൈസ് ചെയ്തു അല്ലേ? അതിന് നല്ലൊരു പൈപ്പ് ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഡോക്കറൈസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിരുന്നു. ഓക്കെ, നമ്മുടെ സെഷന് നമ്മൾ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഡോക്കറൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം 2-3 കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് നല്ല രീതിയിൽ ആപ്ലിക്കേഷനൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും,
അങ്ങനെ അവൈലബിൾ ആയിരിക്കുന്ന ആപ്ലിക്കേഷൻ ഇനി എന്തിനാണ് നമ്മൾ ക്യൂബർനെറ്റ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് ആർക്കിടെക്ചറുകളുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ ജാങ്കോൻ്റെ സെഷനിലൊക്കെ എന്ത് പറഞ്ഞായിരുന്നു, ഒരുപാട് ആർക്കിടെക്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ചായിരുന്നു. അതായത് MVP, MVT, MVC, ക്ലീന്, റെപ്പോ, മോണോലിത്തിക്, മൈക്രോ സർവീസസ്. അപ്പോൾ ഒരുപാട് ആർക്കിടെക്ചറുകളുണ്ട്, ലെയർ ആർക്കിടെക്ചർ അല്ലേ. അപ്പോൾ ഒരുപാട് ആർക്കിടെക്ചർ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാറ്റഗറി ഓഫ് അപ്ലിക്കേഷൻസ് ഉണ്ട്. CRM ആപ്ലിക്കേഷൻസുകളുണ്ട്, ARM ആപ്ലിക്കേഷൻസുകളുണ്ട്, അല്ലാണ്ട് ഇ-കൊമേഴ്സ് ലെവലുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്, ബാങ്കിങ് ലെവലുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ അപ്ലിക്കേഷൻ്റെ സ്വഭാവവും അതിൻ്റെയൊക്കെ എന്താ പറയുക ബിഹേവിയറും സർവീസസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അതിന് സൂട്ടബിൾ ആവുന്ന ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യാറ്. ഓക്കെ. അപ്പോൾ എന്നിരുന്നാലും നമ്മൾക്ക് ഒരുപാട് ആർക്കിടെക്ചറുകൾ അറിയാം, ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ആർക്കിടെക്ചർ. ഓക്കെ. ആർക്കിടെക്ചർ മീൻസ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കോഡൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് വേറൊരു രീതിയിൽ വെൽ സ്ട്രക്ചർഡായി ഓർഗനൈസ്ഡ് ആയിട്ട് എഴുതുന്ന ഒരു രീതി. ഓക്കെ. അപ്പോൾ നമ്മളുടെ ജാങ്കോ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത ടൈമിൽ നമ്മൾ MVT അല്ലേ, മോഡൽ വ്യൂ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ആർക്കിടെക്ചറൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് മുന്നേ മോണോലിത്തിക് ഉണ്ടായിരുന്നു, മോണോലിത്തിക് ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു. ഓക്കെ. അതുപോലെ മൈക്രോ സർവീസസ് ഓക്കെ, മൈക്രോ സർവീസസ്. ഇത് രണ്ടും എന്താണ്, ആർക്കിടെക്ചറാണ്. അപ്പോൾ ഒരു ടൈമിൽ എന്ത് ചെയ്തു, നമ്മൾ മോണോലിത്തിക്കിൽ നിന്നും മൈക്രോ സർവീസിലോട്ട് എല്ലാവരും ജസ്റ്റ് മോണോലിത്തിക് യൂസ് ചെയ്യാതെ മൈക്രോ സർവീസ് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ഇവിടെയും ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതായത് നമുക്കൊരു ചെറിയ ലെവലുള്ള ഒരു സ്മോൾ ടീമാണ്, അല്ലാണ്ടെങ്കിൽ ഒരു സ്മോൾ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി മോണോലിത്തിക്കൊക്കെ സ്റ്റിൽ ഇപ്പോൾ യൂസ് ചെയ്യാം. ബട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ വലിയ ഹൈ ലെവൽ ആപ്ലിക്കേഷൻസ് മോണോലിത്തിക്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ എന്ത് യൂസ് ചെയ്യും, മൈക്രോ സർവീസ് ആർക്കിടെക്ചറൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിളിന് എന്ത് ചെയ്യാം, മോണോലിത്തിക്. ഓക്കെ. ഈ ഒരു പേര് പോലെ തന്നെ മോണോ എന്ന് പറഞ്ഞാൽ എന്താണ്, സിംഗിൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു യൂണിറ്റ്. ഓക്കെ. ഈ ഒരു രീതിയിൽ ഒന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ മോണോലിത്തിക്കിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആപ്ലിക്കേഷൻ, ഓക്കെ, ഒരു ആപ്ലിക്കേഷന് എന്തൊക്കെ സർവീസസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇതൊരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിന് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ടായിരിക്കും അല്ലേ, പേയ്മെൻറ്റ് ഗേറ്റ് വേ. ഓക്കെ. ഇതിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ടായിരിക്കും. അതുപോലെ ഇതിൻ്റെ പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ടായിരിക്കും അല്ലേ, പ്രൊഡക്റ്റ് കാറ്റലോഗ്. അതുപോലെ കാർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓതൻറ്റിക്കേഷൻ സർവീസസ് ഉണ്ടായിരിക്കും അല്ലേ. ഓതൻറ്റിക്കേഷൻ മീൻസ് ഒരു ആപ്ലിക്കേഷനിലോട്ട് നമ്മൾ യൂസർ നെയിമും പാസ്വേഡൊക്കെ അടിച്ച് നമ്മുടെ ഒരു അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മളൊരു ആപ്ലിക്കേഷനിലോട്ട് എന്ത് ചെയ്യുന്നത്, ലോഗിൻ ചെയ്യുന്നത് നമ്മുടെ പ്രൊഫൈലിലോട്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു ആപ്ലിക്കേഷനെ സംബന്ധിച്ച് അതിൻ്റെ ഓരോ സർവീസസും കാര്യങ്ങളുമാണ്. അപ്പോൾ മോണോലിത്തിക്കിൽ ഡെവലപ്പേഴ്സ് ഈ ഒരു രീതിയിൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ കാര്യങ്ങൾ ഒരു റെപ്പോയിൽ ഒരു സിംഗിൾ റെപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു സിംഗിൾ യൂണിറ്റിലായിരുന്നു എല്ലാതും എഴുതിയിരുന്നത്. ഓക്കെ. ഇതൊരു സിംഗിൾ ഫയൽ, ജസ്റ്റ് നിങ്ങൾക്കൊരു ഫയൽ രൂപത്തിൽ വിചാരിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു സിംഗിൾ യൂണിറ്റിലാണ്, ഒരു സിംഗിൾ റെപ്പോസിറ്ററിയിൽ എഴുതും. അതായത് ആപ്ലിക്കേഷന് വേണ്ട ഫ്രണ്ട് എൻഡ് മീൻസ് നമ്മൾക്കൊരു UI കാണുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഫ്രണ്ട് എൻഡ് എന്ത് ചെയ്യും, അവരിവിടെ ഫ്രണ്ട് എൻഡിന് വേണ്ട കോഡുകൾ എഴുതും. പേയ്മെൻറ്റ് ഗേറ്റ്വേന് വേണ്ട കാര്യങ്ങൾ ഇവിടെ എഴുതും. പ്രൊഡക്റ്റ് കാറ്റലോഗിന് വേണ്ടതൊക്കെ എന്ത് ചെയ്യും, കാർട്ടിന് വേണ്ടത്, വിഷ് ലിസ്റ്റിന് വേണ്ടത്, അതുപോലെ ഓതൻറ്റിക്കേഷൻ സർവീസസ്, ഡാറ്റാബേസിൻ്റെ കണക്ഷന് കാര്യങ്ങൾ എല്ലാതും എഴുതുന്നത് ഒരു റെപ്പോസിറ്ററിയിലായിരുന്നു. ഓക്കെ. അല്ലാതെ ഒരു സിംഗിൾ യൂണിറ്റിലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഈ ഫേസിൽ വന്നായിരുന്നു. ഓക്കെ. ചലഞ്ചസ് ഇപ്പോൾ ഒന്നെന്താണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേയിൽ എനിക്ക് എന്ത് വന്നു, എന്തെങ്കിലും ചെറിയൊരു എറർ വന്നു. ഓക്കെ. ഒരു ചെറിയൊരു മൈനർ എറർ വന്നു കഴിഞ്ഞാൽ അത് മറ്റ് സർവീസസിനൊക്കെ എന്ത് ചെയ്യും, അത് ബാധിക്കും. ഓക്കെ. കാരണം എല്ലാതും എന്താണ്, ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു സർവീസിൽ ഒരു ഡൗൺ ഇഷ്യൂ, അത് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ എന്തായിപ്പോവും, ഡൗൺ ആയിപ്പോവും അല്ലേ. അതുപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ഗേറ്റ്വേ അല്ലാണ്ട് ഡാറ്റാബേസ് ഏതെങ്കിലും ഒരു സർവീസ് എനിക്ക് എന്ത് ചെയ്യണം, കുറച്ചും കൂടി വേറെ രീതിയിലോട്ട് സ്കെയിൽ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ പുതിയ ചേഞ്ചസ് കൊണ്ടുവരണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ വലിയ
റിസ്ക് ആയിരുന്നു അവിടെ. ഓക്കെ, ഹെവി റിസ്ക് ഉണ്ടായിരുന്നു. അതായത് എല്ലാ സർവീസും ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സർവീസ് എനിക്ക് സ്കെയിൽ ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സർവീസ് എനിക്ക് സ്കെയിൽ ചെയ്യുന്നത് അവിടെ പോസിബിൾ ആയിരുന്നില്ല. പകരം ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, എൻ്റെ അപ്ലിക്കേഷൻ സ്കെയിൽ ചെയ്യണമായിരുന്നു. ഓക്കെ, ഏതെങ്കിലും ഒരു സർവീസ് സ്കെയിൽ ചെയ്യണത് പകരം എൻ്റെ അപ്ലിക്കേഷൻ എനിക്ക് അവിടെ സ്കെയിൽ ചെയ്യണമായിരുന്നു. അപ്പോൾ അതെന്താണ്, അതൊരു ഹ്യൂജ് കോസ്റ്റിന് ഇടായിരിക്കും. അതുപോലെ ഒരുപാട് ടൈം നമ്മൾ അതിൽ വർക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വന്നിരുന്നു. ഓക്കെ, ബട്ട് മൈക്രോ സർവീസസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ സർവീസസിൽ നമ്മൾ ഈ രീതിയിലല്ല ഡെവലപ്പേഴ്സ് കോഡ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അപ്ലിക്കേഷൻ എന്തുണ്ട്, പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ടായിരിക്കും. ഇ കൊമേഴ്സ് തന്നെ സെയിം അപ്ലിക്കേഷൻ തന്നെ നമ്മളൊക്കെ എടുക്കാം. ഓക്കെ, പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ടല്ലേ, പേയ്മെൻറ്റ് ഗേറ്റ് വേ. അതുപോലെ അതിൻ്റെ പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ടായിരിക്കും. അതുപോലെ അതിൻ്റെ കാർട്ട്, വിഷ് ലിസ്റ്റ്, ഇങ്ങനെ ഒരുപാട് സർവീസസ് ഉണ്ട്. ഡാറ്റാബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡെവലപ്പേഴ്സ് കോഡ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുന്നത്, അവർ എല്ലാ സർവീസസും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് എന്ത് എഴുതുന്നത്, കോഡ് എഴുതുന്നത്. അതായത് പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്തു, ഒരു റെപ്പോയിൽ എഴുതും. ഓക്കെ, ഒരു റെപ്പോയിൽ എന്ത് ചെയ്യും, ഇതിന് വേണ്ട കോഡ് എഴുതും. ഓക്കെ, അടുത്തൊരു റെപ്പോയിൽ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് കാറ്റലോഗിന് വേണ്ട കാര്യങ്ങൾ എഴുതും. ഓക്കെ, നെക്സ്റ്റ് ഒരു റെപ്പോയിൽ എന്ത് ചെയ്യും, ഓക്കെ, കാർട്ടിന് വേണ്ട കാര്യങ്ങൾ എഴുതും. നമ്മൾ റെപ്പോ ഇങ്ങനെ ഡിഫറെൻ്റ് ആക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചോദിച്ചാൽ ഡിഫറെൻറ്റ് ഫയലിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓരോന്നിനും വേണ്ട കോഡ് എഴുതുന്നത്. അല്ലാതെ എല്ലാതും കൂടി ഒരു സിംഗിൾ ഫയലിലോ ഒരു സിംഗിൾ യൂണിറ്റിലോ നമ്മൾ എഴുതാറില്ല. ഓക്കെ, മൈക്രോ സർവീസസ് ഈ പേര് പോലെ തന്നെ നമ്മളുടെ ആ ഒരു വലിയ സർവീസിന് നമ്മൾ എന്ത് ചെയ്തു, പീസായിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് നമ്മൾ എഴുതും. ഓക്കെ, അതുപോലെ വിഷ് ലിസ്റ്റിന് അല്ലെങ്കിൽ ഡാറ്റാബേസ് കണക്ഷന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, മറ്റൊരു ഫയലിൽ എഴുതും. ഓക്കെ, പക്ഷെ നമുക്കറിയാം നമ്മുടെ അപ്ലിക്കേഷന് എൻ്റെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എല്ലാ കോഡും വേണം അല്ലേ. അപ്പോൾ ഇതെല്ലാം മ്യൂച്വലി മേ ബി കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കുക, ഏതെങ്കിലും എൻവയോൺമെൻറ്റ് വേരിയബിൾ ഉപയോഗിച്ചിട്ടോ അല്ലാണ്ട് API കോൾസ് ത്രൂ ഒക്കെയാണ് ഈ എല്ലാ സർവീസസും കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അതൊക്കെ ഡെവലപ്പേഴ്സ് എഴുതുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും ആ ഒരു ആർക്കിടെക്ചർ ലെവൽ പറയാണ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കോഡ് എഴുതുമ്പോൾ നമ്മൾക്ക് എന്തായിരുന്നു, കുറച്ചും കൂടി നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ എളുപ്പമായിരുന്നു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഈ DB ഇത് ഡാറ്റാബേസ് സർവീസ് ആണെന്ന് വിചാരിക്കുക. DBയിൽ എനിക്കൊരു എറർ വന്നു, അല്ലാണ്ട് DB പാസ്വേഡോ യൂസർ നെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ചേഞ്ച് ആയിപ്പോയി. ഓക്കെ, എനിക്ക് എൻ്റെ അപ്ലിക്കേഷനിൽ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. എനിക്ക് എന്ത് ചെയ്താൽ മതി, ഈ സർവീസിൻ്റെ ആ ഒരു യൂണിറ്റിൽ പോവുക, അല്ലാണ്ട് ആ ഒരു റെപ്പോയിൽ പോയി കഴിഞ്ഞ് ആ സർവീസിൽ മാത്രം എനിക്ക് വേണ്ട ചേഞ്ചസ് വരുത്തിയാൽ മതി അല്ലേ. നമ്മുടെ എൻ്റെ അപ്ലിക്കേഷനോ അല്ലാണ്ട് എൻ്റെ കോഡ് കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് എന്ത് ചെയ്തു, ചെറിയ രീതിയിൽ ഡൗൺ ആയിപ്പോയി. ഓക്കെ, ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ അപ്ലിക്കേഷൻ അവിടെ ഡൗൺ ആവുന്നില്ല. കാരണം എന്താണ്, ഓരോ സർവീസും ഇവിടെ എന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ്. ബട്ട് നമ്മളുടെ മോണോലിത്തിക്കിൽ എന്തായിരുന്നു, എല്ലാതും ഡിപ്പെൻഡ് ആയിരുന്നു. അതുകൊണ്ട് ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ അപ്ലിക്കേഷൻ എന്തായിരിക്കും, ഡൗൺ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സർവീസ് എനിക്ക് സ്കെയിൽ ചെയ്യുന്നതൊക്കെ എന്തായിരുന്നു, പോസിബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹ്യൂജ് ടീമൊക്കെ ഉണ്ട് നമ്മൾക്ക്, അല്ലാണ്ട് വലിയ ഒരുപാട് സർവീസസ് ഒക്കെ ഉള്ള ഒരു അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മോണോലിത്തിക് ആർക്കിടെക്ചർ അപ്രോച്ച് ചെയ്യാറില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും, മൈക്രോ സർവീസസ് യൂസ് ചെയ്യും. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, റെസ്റ്റോറൻറ്റ്. ഓക്കെ, നമുക്കറിയാം റെസ്റ്റോറൻറ്റ് അല്ലാണ്ട് ഒരു വലിയൊരു ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് തന്നെ ആവാം, റെസ്റ്റോറൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ എനിക്ക് പിസ്സ കിട്ടും. ഓക്കെ, പിസ്സ അവൈലബിൾ ആണ്. അതുപോലെ ബർഗർ എനിക്കിവിടെ അവൈലബിൾ ആണ്. മറ്റു ഫുഡും കാര്യങ്ങളും അല്ലാണ്ട് സ്റ്റേ ചെയ്യാനുള്ള റൂമുകൾ കാര്യങ്ങൾ എനിക്കിവിടെ അവൈലബിൾ ആണ്. ഡ്രിങ്ക്സിനുള്ള കൂൾ ഡ്രിങ്ക്സിനുള്ള കാര്യങ്ങൾ എനിക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കവിടെ ഡിഫറെൻറ്റ് ഫുഡുകൾ ഉണ്ടായിരിക്കും അല്ലേ, ഈവനിങ് സ്നാക്സ് ഉണ്ടായിരിക്കും, പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇതെന്താണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെ, ഇത് നമുക്കൊരു മോണോലിത്തിക് ആയിട്ട് എന്ത് ചെയ്യാം, പരിഗണിക്കാം അല്ലേ. മോണോലിത്തിക്കിൽ നമ്മളിങ്ങനെയല്ല പറഞ്ഞിരുന്നത്, ഒരു ചെറിയൊരു യൂണിറ്റിൻ്റെ അകത്ത് എല്ലാ സർവീസസും അല്ലേ. അപ്പോൾ നമ്മളുടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന അല്ലാണ്ട് മേക്ക് ചെയ്യുന്ന കുക്ക് ഉണ്ടായിരിക്കും, അല്ലാണ്ട് ഷെഫ് ഉണ്ടായിരിക്കും അല്ലേ.
അപ്പോൾ ഒരു ടൈമിൽ ഒരുപാട് യൂസേഴ്സ് അല്ലാണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഈ റെസ്റ്റോറൻറ്റിലോട്ട് വരാൻ തുടങ്ങി. ഓക്കെ, മേ ബി ഇവിടുത്തെ പിസ്സ കഴിക്കാനാവാം, അല്ലാണ്ട് ബർഗർ കഴിക്കാനാവാം, എന്തോ ആവട്ടെ. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബർഗർ അല്ലാണ്ട് പിസ്സ ഇത് മാത്രം സ്കെയിൽ ചെയ്യുന്നത് പോസിബിൾ അല്ല. ഓക്കെ, ഇപ്പോൾ ബർഗർ കഴിക്കാൻ ഒരുപാട് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ബർഗർ കുക്ക് ചെയ്യണം, അല്ലാണ്ട് മേക്ക് ചെയ്യണം, കൗണ്ട് കൂട്ടേണ്ടി വരും അല്ലേ? അപ്പോൾ അതിൻ്റെ കൗണ്ട് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അത് മാത്രം കൂട്ടുന്നത് എനിക്കവിടെ പോസിബിൾ അല്ല. അപ്പോൾ അത് കൂട്ടണം, അല്ലാണ്ട് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ റെസ്റ്റോറൻറ്റ് കുറച്ചും കൂടി വലുതാക്കേണ്ടി വരും. റൈറ്റ്, ശരിയല്ല? ഈ ഒരു റെസ്റ്റോറൻറ്റ് അകത്ത് ഒരുപാട് സർവീസസ് ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സർവീസ് എനിക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ റെസ്റ്റോറൻറ്റ് എനിക്ക് എന്തും കൂടി എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് സ്കെയിൽ ചെയ്യേണ്ടി വരും, അല്ലാണ്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. എന്നാലേ എനിക്കിത് സ്കെയിൽ ചെയ്യുന്നത് പോസിബിൾ ഉള്ളൂ അല്ലേ? പക്ഷേ നമുക്കിനി മോണോലിത്തിക്കിലോട്ട് വരാം. ഓക്കെ, മോണോലിത്തിക് അല്ല, മൈക്രോ സർവീസസ്. ഓക്കെ, മൈക്രോ സർവീസസിൽ നമുക്ക് ഏത് രീതിയിൽ എടുക്കാം? ഇപ്പോൾ നമുക്കറിയാം പിസ്സയുടെ ഔട്ട്ലെറ്റ് ഉണ്ട് അല്ലേ? മക്ഡൊണാൾഡ്സിന് അവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട്, ചിക്കിങ്ങിന് അവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട് അല്ലേ? അതായത് പിസ്സയ്ക്ക് എന്തുണ്ട്? പിസ്സൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, ചിക്കിങ്ങിന് അവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട് അല്ലേ? ബർഗറിന് അവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈക്രോ സർവീസും മോണോലിത്തിക്കും, അതായത് മുന്നേ എല്ലാതും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുണ്ടായിരുന്ന സാധനങ്ങൾ സർവീസസ് നമ്മളിപ്പോൾ എന്ത് ചെയ്തു? ഡിഫറെൻറ്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എളുപ്പമാണ്? ഇപ്പോൾ ഇത് പിസ്സ എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് ബർഗർ, ഓക്കെ, ഇത് നമ്മളെന്താ പറഞ്ഞത്? ഓക്കെ, എന്തോ ആവട്ടെ, ഓക്കെ, ബ്രോസ്റ്റോ എന്തോ ആവട്ടെ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? പിസ്സയുടെ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഒരു ഔട്ട്ലെറ്റും കൂടെ എനിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് പോസിബിളാണ് അല്ലേ? എനിക്ക് അവിടെ എൻ്റെ അപ്ലിക്കേഷൻ എനിക്ക് അല്ലാണ്ട് എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എനിക്ക് സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആ പെർട്ടിക്കുലർ കാര്യം എന്താണോ എനിക്ക് കൂടുതൽ സ്കെയിൽ ചെയ്യേണ്ടത് അത് മാത്രമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മോണോലിത്തിക്കും മൈക്രോ സർവീസസും. ഓക്കെ, നമ്മളിവിടെ വരച്ച് കാണിച്ചതുപോലെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇങ്ങനെ നമ്മൾ മൈക്രോ സർവീസസ് ഒക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അല്ലേ? അപ്പോൾ ഒരുപാട് സർവീസസ് ഉണ്ടായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷനിൽ 2-3 സർവീസസ് മാത്രമായിരിക്കില്ല. ഒരു ഹൈ ലെവൽ ആപ്ലിക്കേഷനാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ആൻഡ് ഇ-കൊമേഴ്സ് ഒക്കെ ആകുമ്പോൾ അതിൽ ഒരുപാട് സർവീസസ് ഉണ്ടായിരിക്കും. മേ ബി 100+ സർവീസസ് ഉണ്ടായിരിക്കും, അല്ലാണ്ട് ഒരുപാട് കാറ്റഗറി ഓഫ് സർവീസസ് ആയിട്ടൊക്കെ ഡെവലപ്പേഴ്സ് കോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യും? ഡോക്കറൈസ് ചെയ്യും അല്ലേ? അപ്പോൾ ഡോക്കർ എന്തിനാണ് ചെയ്യുന്നത്? അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്? കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതൊന്നും ശരിക്കും ഇനി ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇത് ഡോക്കറൈസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഓക്കെ, ഡോക്കർ ഡാറ്റാബേസിന് എന്ത് ചെയ്യണം? നമ്മൾ ഡോക്കറൈസ് ചെയ്യണം അല്ലേ? ഡാറ്റാബേസിന് ഒരു ഡോക്കർ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ ഇത് ഏത് സർവീസാണ്? ഇതിന് ഡോക്കറൈസ് ചെയ്യേണ്ടി വരും, ഇതിന് ഡോക്കറൈസ് ചെയ്യേണ്ടി വരും, ഇതിനും ഡോക്കറൈസ് ചെയ്യേണ്ടി വരും അല്ലേ? എത്ര സർവീസസ് ഉണ്ടോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഡോക്കറൈസ് ചെയ്യണം അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തത്. നമ്മളുടെ ജാങ്കോ പ്രൊജക്റ്റ് ചെയ്തിരുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രണ്ട് എൻഡിന് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതുപോലെ ബാക്ക് എൻഡ് ഡാറ്റാബേസിനൊക്കെ വേണ്ടിയിട്ട് മറ്റൊരു കണ്ടെയ്നർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ 2 കണ്ടെയ്നറും ഒരു സെയിം നെറ്റ്വർക്കിലൊക്കെ നമ്മൾ റൺ ചെയ്തിട്ടാണ് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ പോസിബിൾ ആക്കിയിരുന്നത്. അവിടെ നമുക്ക് 2 സർവീസ് ഉള്ളതുകൊണ്ട് നമ്മൾ 2 കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്ത്. ബട്ട് നമ്മുടെ ആപ്ലിക്കേഷനും റിക്വയർമെൻറ്റും വലുതാണ്, ഹ്യൂജ് ആണെന്നുണ്ടെങ്കിൽ സർവീസസിൻ്റെ കൗണ്ട് കൂടും, അതുപോലെ തന്നെ അതിന് വേണ്ട കണ്ടെയ്നേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 2, 3, 4 ഏറ്റവും ചെറിയ എക്സാമ്പിൾ എടുത്തുകൊണ്ട് 4 സർവീസസുകളും. ഇപ്പോൾ വലിയൊരു ആപ്ലിക്കേഷന് 100+ സർവീസസ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് എത്ര കണ്ടെയ്നേഴ്സ് ഉണ്ടായിരിക്കും? നമുക്കിവിടെ 100 കണ്ടെയ്നേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? 100+ കണ്ടെയ്നേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കണ്ടെയ്നേഴ്സ് ഉണ്ടാകുമ്പോൾ ഇതിനെ നമുക്ക് മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ ലോജിക്കലി ഓക്കെ ആണോ? അതായത് ഒരു പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യണം, പ്രൊഡക്ഷനിലുള്ള ഒരു ആപ്ലിക്കേഷന് ഗോ ലൈവ് ഇപ്പോൾ യൂസേഴ്സ് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് ക്യൂബർനെറ്റ്സിലൊന്നും ഡിപ്ലോയ് ചെയ്തിട്ടില്ല. നമ്മൾ ഇതുപോലെ കണ്ടെയ്നേഴ്സ് ആക്കിയിട്ട് നമ്മൾ പ്രൊഡക്ഷനിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു
റീസൺ കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു ഡോക്കർ കണ്ടെയ്നർ ഡെഡായിപ്പോയി. ഓക്കെ, ഏറ്റവും പെട്ടെന്ന് എന്തായി പോകും, മേ ബി ഡെഡായി പോകും ഡോക്കർ കണ്ടെയ്നേഴ്സൊക്കെ. അല്ലാണ്ട് ഡെഡായിപ്പോയി, എന്തെങ്കിലും ഒരു എറർ വന്ന് ഒരു കണ്ടെയ്നർ ഡൗൺ ആയിപ്പോയി. ഓക്കെ, ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 100+ ഡോക്കർ കണ്ടെയ്നേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാനുവലി ഇതെല്ലാം മാനേജ് ചെയ്യണം. ഏതെങ്കിലും ഡോക്കർ കണ്ടെയ്നറിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, എന്തെങ്കിലും എറർ ഉണ്ടോ, ഏതെങ്കിലും ഡൗൺ ആയി പോയിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാനുവലി ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതൊരു പോസിബിൾ ആയിട്ടുള്ളൊരു വേ ആണോ? അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും മറ്റൊരാളെ കൊണ്ടുവരികയാണ്. അതാണ് ക്യൂബർനെറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആപ്ലിക്കേഷനെ ക്യൂബർനെറ്റ്സിൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂബർനെറ്റ്സ് നോക്കിക്കോളും ബാക്കി കാര്യങ്ങളൊക്കെ. നമുക്ക് ഒരുപാട് ടെൻഷൻ ഫ്രീ ആയിരിക്കും. കാര്യം നമ്മൾ ഇതിങ്ങനെ മാനുവലി കൺട്രോൾ ചെയ്യേണ്ട, മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറഞ്ഞു തരുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഡോക്കർ കണ്ടെയ്നേഴ്സിന് ഇല്ലാത്ത കുറച്ച് കഴിവുകളുണ്ട്. നമ്മൾ ഒരുപാട് അതിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ അതിന് കുറച്ച് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് അതിൻ്റെ എന്താ പറയുക, ഒരു ഡീമെറിറ്റ്സ്. അതായത് ഓട്ടോ ഹീലിംഗ് ഓട്ടോ സ്കെയിലിംഗ്. ഓക്കെ, ഓട്ടോ ഹീലിങ്ങും ഓട്ടോ സ്കെയിലിങ്ങും ഈ രണ്ട് കഴിവ് ആർക്കില്ല? നമ്മളുടെ ഡോക്കർ കണ്ടെയ്നേഴ്സിന് ഇല്ല. ഓക്കെ, ഓട്ടോ ഹീലിംഗ് അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ഓട്ടോ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്. ഓട്ടോ ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീൽ ചെയ്യാം. നമ്മൾ എന്തെങ്കിലും മുറിവൊക്കെ ആയി കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാന്ന് പറയില്ല. അതുപോലെ തന്നെ നമ്മുടെ കണ്ടെയ്നർ, ഡോക്കർ കണ്ടെയ്നറിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിച്ചു. ഓക്കെ, അത് എന്തായിപ്പോയി, ഡെഡായിപ്പോയി, അല്ലാണ്ട് ഡൗൺ ആയിപ്പോയി. ഓക്കെ, ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് അതെന്ത് ചെയ്യാം, ആ ഇഷ്യൂ ഫിക്സ് ചെയ്തിട്ട് അത് വീണ്ടും അപ്പാക്കാം, അല്ലാണ്ട് വീണ്ടും റൺ ചെയ്യാം അല്ലേ. അത് നമ്മൾ ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ മാനുവലി ചെയ്യുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഡോക്കർ കണ്ടെയ്നറിന് ഓട്ടോമാറ്റിക്കായിട്ട് അത് വീണ്ടും അപ്പാവാനോ റൺ ചെയ്യാനോ ഉള്ള എബിലിറ്റി പുള്ളിക്കാരനില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ കണ്ടെയ്നർ ഒരിക്കലും ഹീൽ ചെയ്യത്തില്ല. ഇപ്പോൾ ഡൗൺ ആയിപ്പോയി, എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം അത് എറർ വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് വീണ്ടും എറർ ഫിക്സ് ചെയ്തിട്ട് പുതിയ ഡോക്കർ കണ്ടെയ്നർ ഒന്നും അവിടെ വരത്തില്ല അല്ല, നമ്മളത് മാനുവലി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊക്കെ പരിഗണിക്കണം. അതുപോലെ ഓട്ടോ സ്കെയിലിംഗ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു സർവീസിലോട്ട് കൂടുതൽ റിക്വസ്റ്റ് വന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഫോൾട്ട് ടോളറൻസ് എന്നൊക്കെ പറയും. ഇതിനൊക്കെ വേണ്ടിയിട്ടും അവൈലബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മൾട്ടിപ്പിൾ ഇതിൻ്റെ സർവീസസിൻ്റെ കോപ്പി റെപ്ലിക്കൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഈ കഴിവുകളൊന്നും നമ്മുടെ ഡോക്കർ കണ്ടെയ്നേഴ്സിനില്ല. ബട്ട് ഈ കഴിവുകളൊക്കെ ആർക്കുണ്ട്, നമ്മളുടെ ക്യൂബർനെറ്റ്സിനുണ്ട്. ഓക്കെ, ക്യൂബർനെറ്റ്സിന് ഓട്ടോ ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, ഓട്ടോ ഹീലിംഗ്. അതായത് നമ്മളുടെ ഡോക്കർ കണ്ടെയ്നേഴ്സ് ഞാൻ ഡിപ്ലോയ് ചെയ്തത് നമ്മുടെ ക്യൂബർനെറ്റ്സിൻ്റെ അകത്താണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ക്യൂബർനെറ്റ്സിൻ്റെ അകത്താണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്കർ കണ്ടെയ്നർ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ക്യൂബർനെറ്റ്സ് എന്ത് ചെയ്യും, പുള്ളിക്കാരനെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഇഷ്യൂ ഒക്കെ ഫിക്സ് ചെയ്ത് പുതിയ ഒരു ഡോക്കർ കണ്ടെയ്നർ അപ്പാക്കി കൊണ്ടുവരാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ആർക്കുണ്ട്, നമ്മുടെ ക്യൂബർനെറ്റ്സിനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓട്ടോ സ്കെയിലിംഗ് എബിലിറ്റിയും ആർക്കുണ്ട്, നമ്മുടെ ക്യൂബർനെറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ അവൈലബിലിറ്റി. ഓക്കെ, അവൈലബിലിറ്റി ഉറപ്പുവരുത്തും. നമുക്ക് ഫോൾട്ട് ടോളറൻസ് എന്നൊക്കെ പറയാം. ഇത്രയും കാര്യങ്ങളൊക്കെ ആര് മാനേജ് ചെയ്തോളൂ, നമ്മളുടെ ക്യൂബർനെറ്റ്സ് മാനേജ് ചെയ്തോളൂ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 100+ കണ്ടെയ്നേഴ്സ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഇത് മോണിറ്റർ ചെയ്യുന്നത് പോസിബിൾ ആണോ, എന്തൊക്കെ ഇഷ്യൂ വരുന്നത്, മാനുവലി നമ്മൾ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഹൈലി റിസ്ക്കിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരം 100+ ഡോക്കർ കണ്ടെയ്നേഴ്സ് ക്യൂബർനെറ്റ്സിലാണ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങൾ
മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ ക്യൂബർനെറ്റ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ടെയ്നറൈസ്ഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓർക്കസ്ട്രേഷൻ ടൂളാണ് ക്യൂബർനെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ തീർന്നു അല്ലേ? ക്യൂബർനെറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ക്യൂബർനെറ്റ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്തു മനസ്സിലായി. ഓക്കെ, അത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ? നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മോണോലിത്തിക് വേഴ്സസ് മൈക്രോ സർവീസസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്താണ് ക്യൂബർനെറ്റ്സ് എന്ന് പറഞ്ഞു, എന്തിനാണ് ക്യൂബർനെറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ സംസാരിച്ചു അല്ലേ? അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു ഇപ്പോൾ കവർ ചെയ്തു. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്യൂബർനെറ്റ്സിൻ്റെ ആർക്കിടെക്ചറും അതിലുള്ള ഒരുപാട് കോമ്പോണൻറ്റുകൾ, അതുപോലെ മാസ്റ്റർ നോഡ്, വർക്കർ നോഡ്, ക്ലസ്റ്റർ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ബാക്കി കാര്യങ്ങൾ ആർക്കിടെക്ചർ, കോമ്പോണൻ്റ് എല്ലാം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.